അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഡെസിഗ്നേഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രക്കും ഉണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസിഗ്നേഷൻ എൻ്റെ ഉപ്പ എന്നുള്ളതാണ്. ഈ മനുഷ്യൻ്റെ അടുത്തു നിന്നാണ് സമാധാനത്തിൻ്റെ പാഠങ്ങൾ ഞാൻ പഠിച്ച് തുടങ്ങിയത്. പക്ഷേ ഞാൻ പഠിക്കുമ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ട് പഠിക്കാൻ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയും. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഉപ്പാടെ അടുത്തു നിന്നും സമാധാനത്തിൻ്റെ പാഠങ്ങൾ എനിക്ക് കിട്ടിത്തുടങ്ങിയത്. സമാധാനം ഞാൻ അന്വേഷിച്ച് പുറത്തോട്ടൊക്കെ ഒരുപാട് പോയതിന് ശേഷം അതൊന്നും സമാധാനമല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് എൻ്റെ സ്വപ്നമാണ്. ഒരുപാട് പോഡ്കാസ്റ്റുകൾ ഉപ്പായുമായിട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഉപ്പായിൽ നിന്നും പഠിച്ച പാഠങ്ങൾ അതുതന്നെയാണ് ഞാൻ പലപ്പോഴും വീഡിയോ രൂപത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ സംസാരിക്കാറുള്ളത്. ഉപ്പായിൽ നിന്ന് എന്നെ നേരിട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഫീലാണ്. ഉപ്പ ക്യാമറയ്ക്ക് മുന്നിൽ പരിചിതനല്ല, പക്ഷേ ഉപ്പായ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നും ഉപ്പായുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് എന്ന് എനിക്കറിയാം. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഞാൻ ഉപ്പാടൊപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിനെ പറ്റി തന്നെയാണ്. ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കാനുള്ള കാരണം ഞാൻ ഈ പാഠങ്ങളൊക്കെ പഠിച്ചത് എൻ്റെ ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ്. അൽഹംദുലില്ലാ. ഉപ്പ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്നോട് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യത്തെ പോഡ്കാസ്റ്റിൽ എന്താണ് ഇപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പ്? റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് ദാമ്പത്യ ബന്ധമാണോ അല്ലെങ്കിൽ എനി റിലേഷൻഷിപ്പ്? എനി റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിള്ളലുകൾ സംഭവിക്കുന്നത് ദാമ്പത്യമായതുകൊണ്ട് ദാമ്പത്യത്തെക്കുറിച്ച് ആദ്യം ചോദിക്കാം. കാരണം ദാമ്പത്യബന്ധം ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുനടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളത് എളുപ്പമായിരിക്കും എന്ന് പായിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം അതാണ് ഏറ്റവും ടഫായിട്ടുള്ള ടാസ്കുകൾ. അപ്പം അതൊരു മനോഹരമായിട്ടുള്ള ദാമ്പത്യം അതെന്താണെന്നാണ് ഇപ്പം ഒരു അഭിപ്രായം. ഈ മനോഹരമായ ദാമ്പത്യം എന്ന് പറയുമ്പോൾ ആ ബന്ധത്തിലുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ ആഗ്രഹം ഉണ്ടായാൽ മാത്രമേ ആ ബന്ധം മനോഹരമാവും. രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. അതിന് അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം വിവാഹത്തിന് മുമ്പേ തന്നെ, അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപ്നം കാണുക. നല്ലൊരു ഭാര്യയെക്കുറിച്ച് സ്വപ്നം കാണുക. നന്നായി സംസാരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയെക്കുറിച്ച് മാത്രമല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കാനുള്ള ഒരു ഭാര്യയെക്കുറിച്ച് സ്വപ്നം കാണും. അതാണ് കൂടുതൽ എനിക്ക് അത് ചെയ്ത് കൊടുക്കണം. ചെറിയ കുട്ടികളല്ലേ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും എടുത്ത് എനിക്ക് അതുണ്ട് ഇതുണ്ട്, എൻ്റെ കളിപ്പാട്ട് എന്നതാണ്, എനിക്ക് ഇപ്പോൾ അത് വാങ്ങി തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. എൻ്റെ ഈ വന്ന ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാനാണ്. അതേപോലെ ഭാര്യ വന്നു കഴിഞ്ഞാൽ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ഉണ്ട് അതൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ റെഡിയായിരുന്നു. ആദ്യമേ പ്രിപ്പയർഡ് ആവാം. ഭാര്യയ്ക്ക് അത് ചെയ്തു കൊടുക്കണം. ഭാര്യ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് സഹായിച്ചു കൊടുക്കണം. ഭാര്യയ്ക്ക് പാത്രം കഴുകി കൊടുക്കണം. ഭാര്യയ്ക്ക് ഇസ്തിരി ഇട്ട് കൊടുക്കണം. എന്തൊക്കെ നമുക്ക് ചെയ്താൻ പറ്റുമോ അതൊക്കെ. അവിടെയൊക്കെ നമ്മൾ തടയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഓരോരുത്തരും പറയും വെറുതെ പെണ്ണാണ്, തലേ കയറി എന്നുള്ള പല കാര്യങ്ങളും പറഞ്ഞാൽ എന്ത് ചെയ്യാൻ തോന്നുന്നു, ഇതൊന്നും ചെയ്യാൻ തോന്നുന്നു. അതോടെ എന്തായി ആ സങ്കല്പം മാറ്റി. ഭാര്യ എന്തിനുള്ളതാ? എനിക്ക് പണിയെടുക്കാതാ. ഭാര്യ എന്തിനുള്ളതാ? എനിക്ക് പണിയെടുക്കാതാ. ഏതുപോലെ എന്നറിയാം. ഉമ്മയും ബാപ്പയും എന്തിനുള്ളതാ? ഇന്നെ നോക്കാനുള്ളതാ. ഉമ്മ എന്നെ നോക്കാനുള്ളത്, ബാപ്പ എന്നെ നോക്കാനുള്ളത്. ഭാര്യ ആയാലും നോക്കാം, ഭാര്യ എന്നെ നോക്കാനുള്ളത്. ഇനി മക്കളായാലോ, മക്കൾ എന്നെ നോക്കാനുള്ളത്. പിന്നെ ഇവരൊക്കെ ഞാനെന്തിനാ? ഞാനിങ്ങനെ ജീവിക്കാൻ. അതാ ഇത് ഈ ഒരു കോൺസെപ്റ്റാണ്. അതായത് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് അയാൾ ഓക്കെ ആക്കും എന്നാണ് നമ്മുടെ സങ്കല്പം. അവിടെയാണ് പ്രശ്നം. അതോടെ പ്രശ്നമായി. അതിന് പകരം ഭാര്യ വന്നു കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് ഇന്ന് വന്നു കഴിഞ്ഞാൽ അന്ന് ഭാര്യയ്ക്കത്ത് തോന്നാൻ ഇവിടുന്ന് പോകണ്ട. നല്ല സന്തോഷത്തോടു കൂടി സ്വന്തം വീട്ടിൽ നിന്ന് പൻ്റെ ഇമ്മൻ്റെയും സ്നേഹവും സഹോദരന്മാരുടെ സ്നേഹമൊക്കെ വിട്ടിട്ടാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ പിറ്റേന്ന് തന്നെ ഭർത്താവിന് എനിക്കെന്നും ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം എങ്ങനെ പോവാ എന്ന് തോന്നുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാനല്ല. അങ്ങനെ പോവാണ്. അതിന് സമ്മതം നമ്മൾ കൊടുക്കണം. അപ്പം സമ്മതം കൊടുക്കുമ്പോൾ പിന്നെയും പ്രശ്നമായി. എന്താ സമ്മതം തരുന്നത്? ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ തോന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരാൾക്ക് വേണ്ടി കുറേ സന്തോഷങ്ങൾ നമ്മൾ കരുതി. ഇനി ഭാര്യ എന്ത് ചെയ്യണം? ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പുതിയാപ്പിൾക്ക്, എൻ്റെ ഭർത്താവിന് ഇന്നെന്ന കാര്യങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കാൻ കഴിയണം എന്ന് ഭാര്യയ്ക്കും ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ഭാര്യ നോക്കും, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ഭർത്താവ് നോക്കും. അങ്ങനെ പരസ്പരം സന്തോഷിപ്പിക്കുമ്പോൾ ജീവിതം എന്തായി? മനോഹരം. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്. എന്താ? ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവണമെങ്കിൽ അവർക്ക് തമ്മിൽ എന്ത് വേണം?
സ്നേഹം. സ്നേഹം വേണം. അപ്പോൾ ഒരു വിഷയമുണ്ട്. എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും അലിൻ്റെ ക്ലാസ്സിൽ തന്നെ പറയാറ് കേട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ ബേക്കറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ലഡുവാണ്. ലഡുവിന് എന്താ എനിക്ക് ഇഷ്ടമാണ്. ലഡു നമ്മൾ സ്നേഹിക്കുമോ? ഐ ലവ് ലഡു എന്നാരും പറയുമോ? ഇല്ല, ഐ ലൈക്ക് ലഡുവാണ്. അതേപോലെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ കടിച്ചു മുറിച്ച് തിന്നലോ? അല്ല, ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തമാക്കുക, ഭാര്യ എൻ്റെ സ്വന്തമാക്കുക, എൻ്റെത് മാത്രമാക്കുക, എൻ്റെ കാര്യങ്ങൾ മാത്രം എനിക്കെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഭാര്യ. അത് ഇഷ്ടമാണ്. ഇനി ഭാര്യ എന്ത് വിചാരിക്കാം, ഭർത്താവ് ഒക്കെ എൻ്റെ മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയത് എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കാം, എൻ്റെ മാത്രമാകാം, അത് സ്വന്തമാക്കുക, അത് ഇഷ്ടമാണ്. അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്തൊക്കെ കടമകളുണ്ടോ അതൊക്കെ കല്യാണത്തിന് മുമ്പ് മനസ്സിലാക്കണം. ഞാൻ എന്തൊക്കെ ഭർത്താവിന് ചെയ്തു കൊടുക്കാനുള്ളത്, എൻ്റെ പുതിയാപ്പിൾക്ക് ഞാൻ എന്താ ചെയ്തു കൊടുക്കാനുള്ളത് മനസ്സിലാക്കി ഓരോരോ കാര്യവും ഭർത്താവിന് ചെയ്യുമ്പം ദാറ്റ് ഈസ് പ്രാക്ടിക്കലോ, അതാണല്ലോ. അതൊക്കെ ചെയ്യുന്നതോടുകൂടി ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കും. എങ്ങനെ? ഭാര്യ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കും. അതാ നോക്കണ്ടോ. എനിക്ക് എൻ്റെ ഭാര്യയോട് ഇഷ്ടം വരണമെങ്കിൽ ഞാൻ ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കുക. അതുപോലെ ഭർത്താവ് ഇതേപോലെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ കല്യാണം കഴിഞ്ഞ ഭാര്യയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് മനസ്സിലാക്കി വെച്ച് ഭാര്യയ്ക്ക് കല്യാണം കഴിഞ്ഞതോടുകൂടി ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടം വർദ്ധിക്കും. അങ്ങനെ അല്ലാതെ ഇങ്ങോട്ട് ചെയ്തിട്ട് ഇഷ്ടം വർദ്ധിക്കലില്ല. ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അന്നേരം ഒരു അടുപ്പം തോന്നും, ചെയ്തെന്നില്ലെങ്കിലോ പോയി. അതാണ് ഇഷ്ടം കൂട്ടാൻ. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് ഇഷ്ടം കൂട്ടാം. അങ്ങനെ സ്നേഹിച്ച് ഇഷ്ടം കൂട്ടുമ്പോൾ നമ്മൾ അറിയാതെ ഒരു സ്നേഹം മ്യൂച്വലായിട്ട് വരും. അതിങ്ങനെ വളർന്ന് ഒരു വലിയ വൃക്ഷം പോലെ ആയി വരും. അതാണെന്ത്? ആ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിൽ പ്രശ്നം എന്തെങ്കിലും വരുമ്പോൾ എന്തായി? ആ മരം അങ്ങോട്ട് ഉണങ്ങി പോകുന്ന പോലെ. ഭാര്യ ഭർത്താവിനോട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ചില്ല പോയി, ഭർത്താവ് ഭാര്യയോട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒരു ചില്ല പോയി. അങ്ങനെ രണ്ടാളും തമ്മിൽ എല്ലാതെ ഇഷ്യൂ ഉണ്ടാക്കുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിന് വളമില്ല. ആ വൃക്ഷം എന്താ ഇങ്ങനെ ഉണങ്ങി അങ്ങനെ ഇപ്പോൾ അങ്ങനെ രണ്ടാളും തെറ്റി രണ്ട് വീട്ടിൽ പോയി സമയത്ത് അവസാനം എന്തായി? തീരെ വെള്ളവും വളവും ഒന്നും ഇല്ലാതിരുത്തി ആ മരം ഉണങ്ങിപ്പോവുകയും ചെയ്യും. ഇത് രണ്ടാൾ വിശ്വസിച്ചുണ്ടായ ഒരു ബന്ധം, രണ്ടാൾ വിശ്വസിച്ചുണ്ടായ ഒരു വ്യക്തി. നമുക്ക് വേണമെങ്കിൽ അതിന് എന്ത് സങ്കല്പിക്കാം, അത് തന്നെ ഒരു വ്യക്തിയാണ്. ഏത് റിലേഷൻഷിപ്പ് ഒരു വ്യക്തി. അപ്പൊ ആ റിലേഷൻഷിപ്പ് വേദനിക്കും. ഭാര്യ വേദനിക്കുമ്പം പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ റിലേഷൻഷിപ്പ് വേദിക്കും, ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ റിലേഷൻഷിപ്പ് വേദിക്കും. അങ്ങനെ ഇല്ലാണ്ടായി പോകുന്നത് എന്താ? ആ ആത്മാവ്, ആ റിലേഷൻഷിപ്പിന്റെ ആത്മാവാണ്. ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് രണ്ടുപേർക്കും ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, വ്യക്തിപരമായിട്ട് ഉണ്ടാകുന്ന വേദന കൂടാതെ ആ റിലേഷൻഷിപ്പിന് കൂടി ഒരു വേദന ഉണ്ടാവും. അതാണ് ആ ഒരു വേദന. നമുക്ക് ജീവിച്ച് പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ആ ഒരു വേദന മനസ്സിലാവുക. എൻ്റെ മാത്രം വേദന എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഒതുക്കാം, ഭാര്യയ്ക്ക് അങ്ങനെ ഒതുക്കാം. പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ വേദന അത് പബ്ലിക്കായി പോയതാണ്. കാരണം റിലേഷൻഷിപ്പ് കുറച്ചുകൂടി പബ്ലിക്കാണ്. അപ്പോൾ അതിലൊരു വേദന ഉണ്ടാകും, ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് ഏത് മോഡെന്ന് പറയുമോ, നമ്മൾ ആത്മീയമായ ഒരു വേദന, ആത്മനൊമ്പരം എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിന്റെ വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരിക വേദനയോ അല്ലെങ്കിൽ മാനസിക വേദനയോ അല്ല, അത് ആത്മനൊമ്പരം, ആത്മാവിന്റെ വേദന വിട്ടു നിൽക്കുന്ന കഴിഞ്ഞാൽ. അപ്പോൾ ആ ആത്മനൊമ്പരം പോലെ തന്നെയാണ് ഈ ബന്ധം മനോഹരമാകുമ്പോൾ ഒരു ആത്മീയമായ ഒരു അനുഭൂതി, ആത്മീയമായ ഒരു സുഖം, ആത്മീയമായ ഒരു സന്തോഷം ഉണ്ടാകും ഒരു ബന്ധം ഉണ്ടാകുന്ന സമയത്ത്. അതാണ് അപ്പോൾ ഈ ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമാണ് ആത്മീയ ബന്ധം. അങ്ങനെ വരുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് എന്താ? ഒരു ആത്മീയമായ റിലേഷൻഷിപ്പ് ആത്മീയമാണ്, ഇമോഷണൽ. എന്തുകൊണ്ട് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിച്ചിട്ടുണ്ടാകുന്ന ബന്ധത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്ഥാനം ഒരു ഇമോഷണൽ വൈകാരിക ബന്ധമാണ്. അങ്ങനല്ല, വൈകാരിക ബന്ധമല്ല ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, ആത്മീയ ബന്ധമാണ്. അപ്പോൾ അതെന്താവില്ല, പൊട്ടിപ്പോവുമെങ്കിലും പൊട്ടിപ്പോവാത്ത ബന്ധമായി കൊണ്ടുവരുന്നു. അത് വിച്ച് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമായിരിക്കും. ഞാൻ ഈ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത്. ഇത് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മാഷാ അല്ലാ, ഈ ഒരൊറ്റ കാര്യം തന്നെ ഡീപ്പായിട്ട് ചിന്തിക്കാനുള്ള ഒരു വകക്കുണ്ട്. ഞാൻ ഉപ്പാൻ്റെ അടുത്തുനിന്നും പഠിച്ച ഈ പാഠങ്ങൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ വീഡിയോകളുടെ രൂപത്തിൽ ഞാൻ സംസാരിക്കാറുള്ളത്. മോർ ദാൻ ത്രൂ ഹിസ് വേർഡ്സ് ഐ ലേൺ ഫ്രം ഹിസ് ആക്ഷൻസ്. ആക്ഷനുകളിലൂടെയാണ് അദ്ദേഹത്തെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ ഒരു ഫീൽ കിട്ടുന്നുണ്ടാവും അല്ലേ? മാഷാ അല്ലാ, ബറക്കല്ലാ. ദർ ആർ ലോട്ട് ടു ഡിസ്കസ്, ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു മനോഹരമായ ദാമ്പത്യം എന്തായിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ നിർത്താമെന്ന് എനിക്ക് തോന്നണം. വേറൊന്നും ഉണ്ടല്ലോ കേട്ടോ, ഇനി അടുത്ത പോഡ്കാസ്റ്റിന് വേണ്ടി ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
ഐ ഹോപ്പ് യു മൈറ്റ് ഹാവ് ഫെൽറ്റ് ദാറ്റ്. എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്, പക്ഷെ മനസ്സിലാക്കി തുടങ്ങിയ മുതൽ ഞാനിങ്ങനെ ക്യൂരിയോസിറ്റിയോടെ കേൾക്കുന്ന ഒരാളാണ്. ഇനി ഇൻഷാ അള്ളാ ക്യൂരിയോസിറ്റിയോടുകൂടി നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരുപാട് പോഡ്കാസ്റ്റുകളുമായിട്ട് വരാൻ കഴിയട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ജസാക്കല്ലാഹു ഖൈറൻ കസീറൻ, ജസാക്കല്ലാഹു ഖൈറൻ കസീറൻ ഫോർ പേഷ്യൻസ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.